ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് യൂട്യൂബ് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു 5 ടിപ്സായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കുറേ ആളുകൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നു, ഈ ടിപ്സും ട്രിക്സും ഒന്നും അറിയില്ല. ഈ ടിപ്സും ട്രിക്സും പറഞ്ഞാൽ വേറെ ലെവലായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇതിലെ ഒന്നാമത്തെ ട്രിക്ക് എന്താ വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഹൗ ടു ഡൗൺലോഡ് യൂട്യൂബ് വീഡിയോ എന്ന് സെർച്ച് ചെയ്ത് ഇങ്ങനെ സെർച്ച് ചെയ്താൽ കുറേ വീഡിയോസ് നമ്മളിത് വരുന്നതാണ്. ഇത് ട്രിക്ക് എന്താ വെച്ചാൽ ഈ മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും. അപ്ലോഡ് ഡേറ്റ്, ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഡേറ്റ്സ്, അപ്പോൾ ലാസ്റ്റ് മണിക്കൂറിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ട്, ലാസ്റ്റ് ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ആഴ്ച, മാസം, ഇയർ, അതൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ചാനൽസ് ഉണ്ട്, മൂവീസ് ഉണ്ട്. പിന്നെ ഈ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഇട്ട വീഡിയോ എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. ലൈവ്, 4K HD, കുറേ ഓപ്ഷൻസ് ഉണ്ട് ഈ സെർച്ച് ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. നമ്മൾ ഇതിലെ രണ്ടാമത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് കാണാറുണ്ട്. ഒരു വീഡിയോസ് എടുത്താൽ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോസ് എടുത്താൽ നമുക്ക് 2 സ്ക്രീനായി കാണാൻ കഴിയും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വാച്ച് ഇൻ VR എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. വാച്ച് ഇൻ VR എന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ വീഡിയോ 2 ഇതായി കാണാൻ കഴിയും, 2 സ്പ്ലിറ്റായിട്ട് കാണാൻ കഴിയും. ഇത് നമുക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ മാറി ഇങ്ങനെ പോകും. ഇതൊരു അടിപൊളി ഫ്യൂച്ചറായി തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ പോകും. ഇതൊരു അടിപൊളി ഫ്യൂച്ചറായി തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മൂന്നാമത്തെ ട്രിക്ക് എന്താ, മൂന്നാമത്തെ ട്രിക്ക് എന്താ നോക്കാം. അതിനായിട്ട് നമ്മൾ ട്രെൻഡിങ് ഓപ്ഷൻ എടുക്കുക. ട്രെൻഡിങ് ഓപ്ഷൻ എടുത്താൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ട്രെൻഡിങ്സാണ് ഇത് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് അയക്കുന്ന വീഡിയോസാണ് കാണാൻ കഴിയുന്നത്. ഇത് നമുക്ക് വേറെ രാജ്യം എടുക്കാം. ഈ ലോകത്തുള്ള ഏത് രാജ്യം എടുക്കുകയാണെങ്കിലും നമ്മൾ എടുക്കുക. അതിനായിട്ട് നമ്മൾ പ്രൊഫൈൽ ബൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ് എന്ന ഓപ്ഷൻ കാണും. സെറ്റിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ജനറൽ എന്ന ഓപ്ഷൻ കാണും. ജനറൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ കാണും. ലൊക്കേഷനിൽ കുറേ ലൊക്കേഷൻ കാണും. ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഒരു രാജ്യം ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്വിറ്റ്സർലാൻഡ് എടുത്തതിന് ശേഷം ട്രെൻഡിങ് എടുത്തൊന്ന് റീഫ്രഷ് ചെയ്യുക. ട്രെൻഡിങ് എടുത്ത് റീഫ്രഷ് ചെയ്താൽ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലുള്ള ട്രെൻഡിങ് വീഡിയോസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നാലാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേ ബാക്ക് സ്പീഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം 2x ഒന്ന് ക്ലിക്ക് ചെയ്യുക. 2x ക്ലിക്ക് ചെയ്താൽ വളരെ സ്പീഡിൽ പോകണ കാണാൻ സാധിക്കും. ഇതെന്തിനു ഉപകാരപ്പെടുന്നത് വെച്ചാൽ ഭയങ്കര സ്പീഡിൽ ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് സ്പീഡ് കൂട്ടി കാണാൻ സാധിക്കും. ഇത് നമ്മൾ സ്ലോ മോഷനിലും കാണാൻ സാധിക്കും. സ്ലോ മോഷനിൽ കണ്ടാൽ എല്ലാ റോബോട്ടിൻ്റെ ഒച്ചയിൽ എന്തോ ഒരു സൗണ്ടിലാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ 4ാമത്തെ ട്രിക്ക്. ഇനി നമ്മൾ 5ാമത്തെ ട്രിക്ക് എന്താ നോക്കാം. വെച്ചാൽ ഏത് നേരം യൂട്യൂബ് കാണുന്ന ആൾക്കാർക്കാണ് രാത്രി കുറേ ടൈം യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ട്രിക്കാണ്. ഇതെന്താ വെച്ചാൽ നമ്മളെ പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ് ഒന്ന് ഓപ്ഷൻ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റത്തെ ജനറൽ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡാർക്ക് തീം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് എനേബിൾ ആക്കി എടുക്കാം. എനേബിൾ ആക്കി എടുത്താൽ നല്ല വ്യത്യാസമുണ്ട്. കണ്ണിന് അധികം വേദന വരില്ല. രാത്രി നല്ല പോലെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.